ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിന്റെ 6ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് സിറിയസും മിസ്സസ് വീസ്ലിയും തമ്മിലുണ്ടാകുന്ന വഴക്കും വോൾഡിമോർട്ട് ഒരു ആയുധം അന്വേഷിച്ചാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഹാരിയോട് സിറിയസ് വ്യക്തമാക്കുന്ന ഇടത്താണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അധ്യായം 6. The Noble and Most Ancient House of Black. മിസസ് വീസ്ലി അവരെ മുകളിലേക്ക് നയിച്ചു. എല്ലാവരും നേരെ പോയി ഉറങ്ങണം, ആരും സംസാരിക്കണ്ട. അവർ ആദ്യ ലാൻഡിങ്ങിൽ എത്തിയപ്പോൾ അവൾ പറഞ്ഞു, നാളെ നമുക്ക് ഒത്തിരി ജോലിയുണ്ട്. ജിമ്മി ഉറങ്ങിയിട്ടുണ്ടാവും. അവൾ ഹെർമിയോണിയുടെ നേർക്ക് തിരിഞ്ഞു. അവളെ ഉണർത്താതെ നോക്കണം. അതെ, ഉറങ്ങിയിട്ടുണ്ടാകും. ഹെർമിയോനി അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം അവർ അടുത്ത നിലയിലേക്ക് കയറുമ്പോൾ ഫ്രെഡ് ഒരു അടിവരയിട്ട് പറഞ്ഞു, താഴെ നിന്ന് കേട്ടതെല്ലാം ജിനി ഹെർമിയോണിയോട് ചോദിച്ചറിയാൻ കാത്തിരിക്കുന്നില്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചോളൂ. ശരി റോൺ, ഹാരി. 2ാമത്തെ ലാൻഡിങ്ങിൽ ഹാരിയെയും റോണിനെയും അവരുടെ കിടപ്പുമുറി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോയി കിടക്കൂ. ഗുഡ് നൈറ്റ്, ഹാരിയും റോണും ഇരട്ടകളോട് പറഞ്ഞു. നന്നായി ഉറങ്ങിക്കോ. മിസസ് വീസ്ലി പെട്ടെന്ന് ഹാരിയുടെ പിന്നിലെ വാതിലടച്ചു. ആ മുറി ആദ്യ കാഴ്ചയിൽ കണ്ടതിനേക്കാൾ ഇരുണ്ടതും നിഗൂഢവുമായി കാണപ്പെട്ടു. ചുമരിലെ ശൂന്യമായ ചിത്രം ഇപ്പോൾ വളരെ സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിലെ അദൃശ്യനായ താമസക്കാരൻ ഉറങ്ങുന്നത് പോലെ. ഹാരി തന്റെ പൈജാമ ധരിച്ച് കണ്ണട ഊരിമാറ്റി തന്റെ തണുത്ത കിടക്കയിലേക്ക് കയറി. ഹെഡ്വിഗിനെയും പിഗുഡ്ജിയണിനെയും സമാധാനിപ്പിക്കാൻ റോൺ മൂങ്ങത്തീറ്റ വാർഡ്രോബിന് മുകളിലേക്ക് എറിഞ്ഞു. അവർ ചുറ്റും ശബ്ദിക്കുകയും അസ്വസ്ഥതയോടെ ചിറകടിക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാ രാത്രിയും ഇവരെ തീറ്റ തേടാൻ വിടാൻ കഴിയില്ല. തന്റെ മെറൂൺ പൈജാമ ധരിച്ചുകൊണ്ട് റോൺ വിശദീകരിച്ചു. ഈ സ്ക്വയറിന് ചുറ്റും അധികം മൂങ്ങകൾ പറക്കുന്നത് ഡംബിൾഡോർ വിലക്കിയിട്ടുണ്ട്. അത് സംശയം വളർത്തു. ഓ, ഞാൻ മറന്നു. അവൻ വാതിലിനടുത്തേക്ക് നടന്ന് അത് കുറ്റിയിട്ടു. നീ എന്തിനാണ് കുറ്റിയിടുന്നത്? ക്രീച്ചർ. ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് റോൺ പറഞ്ഞു. ഞാനിവിടെ വന്ന ആദ്യ രാത്രി പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ ഇതിനകത്ത് നിൽക്കുന്നു. എന്നെ വിശ്വസിക്കണം ഹാരി, കണ്ണു തുറക്കുമ്പോൾ ഒരാൾ മുറിയിൽ നിൽക്കുന്നത് കാണുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അതൊക്കെ പോട്ടെ. അവൻ തന്റെ കിടക്കയിലിരുന്ന് പുതപ്പിനകത്ത് കയറി. തുടർന്ന് ഇരുട്ടിൽ ഹാരിയെ തിരിഞ്ഞു നോക്കി. ഇരുണ്ട ജനാലയിലൂടെ ചന്ദ്രപ്രകാശം അടിച്ചിറങ്ങുന്നത് ഹാരിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് നിനക്ക് തോന്നുന്നത്? റോൺ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഹാരിക്ക് ചോദിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ഊഹിച്ചത് മാത്രമേ നിന്നോടും പറഞ്ഞിട്ടുള്ളൂ. അതായത് ഓർഡർ ചെയ്യുന്നത് ആൾക്കാരെ റോണിന് പെട്ടെന്ന് ശ്വാസം മുട്ടിയ പോലെ തോന്നി. ഡിമോട്ട്, ഹാരി ഉച്ചത്തിൽ കൂട്ടിച്ചേർത്തു. നീ എപ്പോഴാണ് അവന്റെ പേര് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്? സിറിയസും ലൂപ്പിനും ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. റോൺ ഈ അവസാന ഭാഗം അവഗണിച്ചു. എക്സ്റ്റെൻഡബിൾ ഇയേഴ്സ് ഉപയോഗിച്ചതുകൊണ്ട് അവർ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നു. പിന്നെ ഒരേ ഒരു പുതിയ കാര്യം. ഔച്ച്! ശബ്ദം കുറക്ക് റോൺ, അല്ലെങ്കിൽ അമ്മ ഇവിടെ തിരിച്ചെത്തും. നിങ്ങൾ 2 പേരും എന്റെ മുട്ടിലാണ് നിൽക്കുന്നത്. അയ്യോ, ശരിയാണ്, ഇരുട്ടിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. റോണിന്റെ കിടക്കയിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഫ്രെഡിന്റെയും ജോർജിന്റെയും മങ്ങിയ രൂപം ഹാരി കണ്ടു. കിടക്ക സ്പ്രിങ്ങുകളുടെ ഒരു ഞരക്കം കേട്ടു. ജോർജ് ഹാരിയുടെ കാലിനടുത്ത് ഇരുന്നപ്പോൾ ഹാരിയുടെ മെത്ത കുറച്ച് ഇഞ്ച് താഴേക്ക് താഴ്ന്നു. അപ്പോൾ ചർച്ച ഉദ്ദേശിച്ചിടത്ത് എത്തിയോ? ജോർജ് ആകാംക്ഷയോടെ ചോദിച്ചു. സിറിയസ് പറഞ്ഞ ആയുധത്തെക്കുറിച്ചാണോ? ഹാരി ചോദിച്ചു. വേഗം തുടങ്ങ്. റോണിന്റെ അരികിലിരുന്ന് ഫ്രെഡ് ആഹ്ലാദത്തോടെ പറഞ്ഞു. ആ എക്സ്റ്റെൻഡബിൾ ഇയറുകളിൽ
ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല, അല്ലേ? അതെന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഹാരി ചോദിച്ചു. എന്തുമാകാം, ഫ്രെഡ് പറഞ്ഞു. പക്ഷേ അവാഡ കെഡാവറ ശാപത്തേക്കാൾ മോശമായ ഒന്നും ഉണ്ടാകില്ല, അല്ലേ? റോൺ ചോദിച്ചു. മരണത്തേക്കാൾ മോശമായത് എന്താണ് ഉണ്ടാവുക? ഒരുപക്ഷേ ഇത് ഒരേ സമയം ധാരാളം ആളുകളെ കൊല്ലാൻ കഴിയുന്ന ഒന്നായിരിക്കും. ജോർജ് തന്റെ അഭിപ്രായം മുന്നോട്ട് വെച്ചു. ചിലപ്പോൾ ആളുകളെ കൊല്ലുന്നതിനുള്ള വേദനാജനകമായ രീതിയായിരിക്കാം, റോൺ ഒരു ഭയത്തോടെ പറഞ്ഞു. വേദനയുണ്ടാക്കുന്നതിന് അയാൾക്ക് ക്രൂഷിയാറ്റസ് കേഴ്സ് ഉണ്ട്, ഹാരി പറഞ്ഞു. അതിലും ഫലപ്രദമായ ഒന്നും ആവശ്യമില്ല. ഒരു നിശബ്ദത പടർന്നു. ഹാരിക്ക് അറിയാമായിരുന്നു തന്നെ പോലെ മറ്റുള്ളവരും ഈ ആയുധത്തിന് എന്ത് ഭീകരതകൾ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയായിരുന്നെന്ന്. ഇപ്പോൾ അത് ആരുടെ കൈവശമായിരിക്കും? ജോർജ് ചോദിച്ചു. അത് നമ്മുടെ പക്ഷത്തായിരിക്കും, റോൺ അല്പം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡംബിൾഡോർ അത് സൂക്ഷിക്കുന്നുണ്ടാകും, ഫ്രെഡ് പറഞ്ഞു. എവിടെ? റോൺ പെട്ടെന്ന് ചോദിച്ചു. ഹോഗ്വാർട്സ്? ശരിയാണ്, ജോർജ് പറഞ്ഞു. അവിടെയാണ് അദ്ദേഹം ഫിലോസഫേഴ്സ് സ്റ്റോൺ ഒളിപ്പിച്ചത്. ഒരു ആയുധം കല്ലിനേക്കാൾ വളരെ വലുതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, റോൺ പറഞ്ഞു. അങ്ങനെ ആകണമെന്നൊന്നും നിർബന്ധമില്ല, ഫ്രെഡ് കൂട്ടിച്ചേർത്തു. അതെ, വലിപ്പവും ശക്തിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന് ജിനി, ജോർജ് പറഞ്ഞു. ജിനിയോ? ഹാരി ചോദിച്ചു. നിനക്ക് അവളുടെ ബാഡ് ബോഗി ഹെക്സ് കിട്ടിയിട്ടില്ലല്ലോ, അല്ലേ? കിടക്കയിൽ നിന്ന് പകുതി എഴുന്നേറ്റുകൊണ്ട് ഫ്രെഡ് പറഞ്ഞു. മിണ്ടല്ലേ, മിണ്ടല്ലേ. അവർ നിശബ്ദരായി. കാലടികൾ പടികൾ കയറിക്കൊണ്ടിരിക്കുന്ന ശബ്ദം അവർ കേട്ടു. അമ്മ, ജോർജ് പറഞ്ഞു. കൂടുതൽ ആലോചനകളില്ലാതെ ഒരു വലിയ ക്രാക്ക് ശബ്ദത്തോടെ കിടക്കയുടെ അറ്റത്ത് നിന്ന് ഭാരം അപ്രത്യക്ഷമാകുന്നതായി ഹാരിക്ക് തോന്നി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവരുടെ വാതിലിന് പുറത്ത് ഫ്ലോർ ബോർഡ് കുലുങ്ങുന്ന ശബ്ദം അവർ കേട്ടു. അവർ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ മിസസ് വീസ്ലി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെഡ്വിഗും പിഗ്വിഡ്ജിയോണും നിരാശയോടെ മൂളി. ഫ്ലോർ ബോർഡ് വീണ്ടും കുലുങ്ങുന്ന ശബ്ദം കേട്ടു. ഫ്രെഡിനെയും ജോർജിനെയും പരിശോധിക്കാൻ അവൾ മുകളിലേക്ക് പോകുന്നത് അവർ കേട്ടു. അമ്മയ്ക്ക് നമ്മളെ ഒട്ടും വിശ്വാസമില്ല, റോൺ ഖേദത്തോടെ പറഞ്ഞു. ഹാരിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. ആ രാത്രി മണിക്കൂറുകളോളം ഉണർന്നിരുന്ന് ചിന്തിക്കാൻ കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. റോണുമായി അതത്രയും സംസാരിച്ചിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ മിസസ് വീസ്ലി താഴേക്ക് പോകുന്ന ശബ്ദം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നീട് അനവധി കാലുകളുള്ള ജീവികൾ കിടപ്പുമുറിയുടെ വാതിലിന് പുറത്ത് മൃദുവായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അവൻ കേട്ടു. ദ കെയർ ഓഫ് മാജിക്കൽ ക്രീച്ചറിന്റെ ടീച്ചർ ഹാഗ്രിഡ് പറഞ്ഞു. അവരെത്ര സുന്ദരികളാണല്ലേ ഹാരി. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആയുധത്തെക്കുറിച്ചാണ്. അടുത്തതായി അവൻ അറിഞ്ഞത് അവൻ ഒരു ചൂടുള്ള പന്തുപോലെ തന്റെ കിടക്കവിരികൾക്കടിയിൽ ചുരുണ്ടുകൂടുന്നതായാണ്. പിന്നീട് ജോർജിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുറിയിൽ കേട്ടു. അമ്മ എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടുക്കളയിലുണ്ട്. പിന്നെ അമ്മ നിങ്ങളെ ഡ്രോയിങ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിചാരിച്ചതിന് കൂടുതൽ ഡോക്സികളുണ്ട്. സോഫയ്ക്കടിയിൽ നിന്ന് ചത്ത പഫ്സ്കീനുകളുടെ ഒരു കൂട് കിട്ടി. അരമണിക്കൂർ കഴിഞ്ഞ് വസ്ത്രം ധരിച്ച് ഹാരിയും റോണും പ്രഭാത ഭക്ഷണം കഴിച്ച് വേഗം ഡ്രോയിങ് റൂമിലേക്ക് കയറി. ഒന്നാം നിലയിലെ ഉയർന്ന മേൽത്തട്ടുള്ള ഒരു നീണ്ട മുറിയായിരുന്നു അത്. ഒലിവ് പച്ച നിറത്തിലുള്ള ചുവരുകൾ വൃത്തികെട്ട തിരശീലകൾ കൊണ്ട് മൂടിയിരുന്നു. കാൽ വയ്ക്കുമ്പോഴെല്ലാം പരവതാനിയിൽ നിന്ന് പൊടിപടലങ്ങൾ പറന്നു. നീളമുള്ള പായൽ പച്ച നിറത്തിലുള്ള വെൽവെറ്റ് കർട്ടനുകൾ മുഴങ്ങുന്ന ശബ്ദം പുറപ്പെടുവിച്ചു. മിസസ് വീസ്ലി, ഹെർമിയോനി, ജിനി, ഫ്രെഡ്, ജോർജ് എന്നിവരെല്ലാം മൂക്കിലും വായിലും ഒരു തുണി കെട്ടിയിരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ
ഒരു വലിയ കുപ്പി കറുത്ത ദ്രാവകവും ഉണ്ടായിരുന്നു. മുഖം മൂടിവെച്ച് ഒരു സ്പ്രേ എടുക്കൂ, മിസ്സസ് വീസ്ലി ഹാരിയെയും റോണിനെയും കണ്ട നിമിഷം അവരോട് പറഞ്ഞു. ടേബിളിൽ വെച്ചിരിക്കുന്ന 2 കുപ്പി കറുത്ത ദ്രാവകങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു. ഇത് ഡോക്സിസൈഡാണ്. ഇത്രയും മോശമായ ഒരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി ആ ഹൗസ് എൽഫ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹെർമിയോണിയുടെ മുഖം ഒരു തൂവാല കൊണ്ട് പകുതി മറച്ചിരുന്നു. പക്ഷേ അവൾ മിസ്സസ് വീസ്ലിയെ ദേഷ്യത്തോടെ നോക്കുന്നത് ഹാരി വ്യക്തമായി കണ്ടു. ക്രീച്ചറിന് വയസ്സായി, അവൻ ഇതൊന്നും നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അവനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ക്രീച്ചറിനുള്ള കഴിവ് കണ്ടാൽ നീ അത്ഭുതപ്പെടും ഹെർമിയോണി. ചത്ത എലികളെ പോലെയുള്ള എന്തിനെയോ നിറച്ച ബാഗുമായി അകത്തേക്ക് കടന്നു വന്ന സിറിയസ് പറഞ്ഞു. ഞാൻ ബക്ബീക്കിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഹാരിയുടെ അന്വേഷണാത്മകമായ നോട്ടത്തിന് മറുപടിയായി സിറിയസ് കൂട്ടിച്ചേർത്തു. അവൻ എന്റെ അമ്മയുടെ കിടപ്പുമുറിയിൽ മുകളിലത്തെ നിലയിലാണ്. എന്തായി ഈ എഴുത്തുമേശ? അയാൾ എലികളുടെ ബാഗ് ഒരു ചാരു കസേരയിലേക്ക് ഇട്ടു. തുടർന്ന് പൂട്ടിയിരിക്കുന്ന ക്യാബിനറ്റ് പരിശോധിക്കാൻ കുനിഞ്ഞു. ഇപ്പോഴാണ് അത് ഹാരി ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അത് ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോളി, ഇതൊരു ബൊഗാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കീ ഹോളിലൂടെ നോക്കിക്കൊണ്ട് സിറിയസ് പറഞ്ഞു. പക്ഷെ നമ്മൾ അത് പുറത്തു വിടുന്നതിനു മുമ്പ് മാഡയെ കൊണ്ടൊന്ന് നോക്കിക്കാം. എന്റെ അമ്മയെ നന്നായി അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അപകടമാവാനുള്ള സാധ്യതയുമുണ്ട്. ശരിയാണ് സിറിയസ്, മിസ്സസ് വീസ്ലി പറഞ്ഞു. അവർ 2 പേരും ശ്രദ്ധാപൂർവം ലഘുവായ മര്യാദയുള്ള ശബ്ദങ്ങളിൽ സംസാരിച്ചു. തലേരാത്രിയിലെ അവരുടെ അഭിപ്രായ വ്യത്യാസം ഇരുവരും മറന്നിട്ടില്ലെന്ന് ഹാരിക്ക് വ്യക്തമായി. താഴെ നിന്ന് ഉച്ചത്തിലുള്ള ഞരങ്ങുന്ന മണി മുഴങ്ങി. തുടർന്ന് ടോങ്സ് കുട സ്റ്റാൻഡിൽ തട്ടി കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടാക്കിയ നിലവിളികളുടെയും വിലാപങ്ങളുടെയും ശബ്ദ കോലാഹലം. ഡോർബെൽ അടിക്കരുതെന്ന് അവരോട് എത്ര പ്രാവശ്യം പറയണം? സിറിയസ് ദേഷ്യത്തോടെ പറഞ്ഞ് മുറിയിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തേക്ക് പോയി. മിസസ് ബ്ലാക്കിന്റെ അലർച്ചകൾ വീണ്ടും വീടിനുള്ളിൽ പ്രതിധ്വനിക്കുന്നതോടൊപ്പം അയാൾ പടികൾ ഇറങ്ങുന്നതും കേൾക്കാമായിരുന്നു. അപമാനക്കറ, മലിനമായ അർദ്ധവംശജർ, ചതിയന്മാർ, ദ്രോഹികൾ, വൃത്തികെട്ട കുട്ടികൾ. വാതിലടയ്ക്കൂ ഹാരി, മിസസ് വീസ്ലി പറഞ്ഞു. താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് കേൾക്കാൻ അവൻ ആഗ്രഹിച്ചു. അമ്മയുടെ നിലവിളി നിർത്തിയതിനാൽ സിറിയസ് അവളുടെ ഛായാചിത്രത്തിന് മുകളിലുള്ള കർട്ടനുകൾ അടച്ചു. സിറിയസ് ഹാളിലൂടെ നടക്കുന്നതും മുൻവാതിലിലെ ചങ്ങലയുടെ ശബ്ദവും കിങ്സ്ലി ഷാക്കിൾബോൾട്ടിന്റെ വാക്കുകളായി അവൻ തിരിച്ചറിഞ്ഞ ആഴത്തിലുള്ള ശബ്ദവും അവൻ കേട്ടു. ഹെസ്റ്റിയ ഒരു ആശ്വാസ വാർത്തയും കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് മുടിയുടെ വസ്ത്രം ലഭിച്ചു. ഡംബിൾഡോറിന് റിപ്പോർട്ട് നൽകാമെന്ന് എനിക്ക് തോന്നുന്നു. മിസസ് വീസ്ലിയുടെ കണ്ണുകൾ തലയുടെ പിൻഭാഗത്ത് പതിഞ്ഞിരിക്കുന്നതായി ഹാരിക്ക് തോന്നി. ഡ്രോയിങ് റൂം വാതിൽ പൂർണ്ണമായും അടച്ച് വീണ്ടും അവൻ ഡോക്സി പാർട്ടിയിൽ ചേർന്നു. സോഫയിൽ തുറന്നിരുന്ന ഗിൽഡ്രോയ് ലോക്ക്ഹാർട്ടിന്റെ ഗൈഡ് ടു ഹൗസ് ഹോൾഡ് പെസ്റ്റ് എന്ന ബുക്കിലെ ഡോക്സികളെ കുറിച്ചുള്ള പേജ് പരിശോധിക്കാൻ മിസസ് വീസ്ലി കുനിഞ്ഞിരുന്നു. നോക്കേ, എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം, കാരണം ഡോക്സികൾ കടിക്കും. അവയുടെ പല്ലുകൾ വിഷമാണ്. എന്റെ കൈവശം ഒരു കുപ്പി മറുമരുന്നുണ്ട്, പക്ഷേ ആർക്കും അത് ഉപയോഗിക്കേണ്ടി വരരുത്. അവൾ നിവർന്നു. കർട്ടനുകൾക്ക് മുന്നിൽ നിന്ന് എല്ലാവരെയും മുന്നോട്ട് ആംഗ്യം കാണിച്ചു. ഞാൻ പറയുമ്പോൾ ഉടൻ തന്നെ സ്പ്രേ ചെയ്യാൻ തുടങ്ങണം, അവൾ പറഞ്ഞു. അവ നമ്മുടെ നേരെ പറന്നു വരും, പക്ഷെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്താൽ അവർ തളരുമെന്ന് ബുക്കിൽ പറയുന്നു. അവ അനങ്ങാതാവുമ്പോൾ എടുത്ത് ഈ ബക്കറ്റിലിടണം. അവൾ അവയുടെ അടുത്ത് നിന്ന് ശ്രദ്ധാപൂർവം പുറത്തു കടന്ന് സ്വന്തം സ്പ്രേ ഉയർത്തി. ശരി, സ്പ്രേ ചെയ്യൂ. ഹാരി സ്പ്രേ ചെയ്തു തുടങ്ങിയിട്ട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഡോക്സി കർട്ടന്റെ മടക്കുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. തിളങ്ങുന്ന വണ്ട് പോലുള്ള ചിറകുകൾ ചലിപ്പിച്ചു. സൂചി പോലെ മൂർച്ചയുള്ള ചെറിയ പല്ലുകൾ കാണാമായിരുന്നു.
അതിന്റെ ഫെയറി പോലുള്ള ശരീരം കട്ടിയുള്ള കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. 4 ചെറിയ മുഷ്ടികൾ കോപത്താൽ മുറുകെ പിടിച്ചിരുന്നു. ഹാരി അതിന്റെ മുഖത്ത് ഡോക്സിസൈഡ് അടിച്ചു. അത് വായുവിൽ മരവിച്ചു. ഒരു ശബ്ദത്തോടെ താഴെയുള്ള ജീർണിച്ച പരവതാനിയിലേക്ക് വീണു. ഹാരി അതിനെ എടുത്ത് ബക്കറ്റിലേക്ക് എറിഞ്ഞു. ഫ്രെഡ്, നീ എന്താണ് ചെയ്യുന്നത്? മിസസ് വീസ്ലി ദേഷ്യത്തോടെ ചോദിച്ചു. വേഗം അത് സ്പ്രേ ചെയ്ത് കള. ഹാരി ചുറ്റും നോക്കി. ഫ്രെഡ് തന്റെ ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഡോക്സിയെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഓ, കളയാം. ഡോക്സിയുടെ മുഖത്ത് വേഗത്തിൽ സ്പ്രേ ചെയ്തുകൊണ്ട് ഫ്രെഡ് പറഞ്ഞു. അങ്ങനെ അത് ബോധം കെട്ടു. പക്ഷേ മിസസ് വീസ്ലി തിരിഞ്ഞ നിമിഷം അവൻ അത് ഒരു കണ്ണിറുക്കലോടെ പോക്കറ്റിലിട്ടു. നമ്മുടെ സ്കൈവിംഗ് സ്നാക്സ് ബോക്സുകളിൽ ഡോക്സി വിഷം പരീക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്, ജോർജ് അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ ഹാരിയോട് പറഞ്ഞു. 2 ഡോക്സികളെ ഒരേ സമയം സ്പ്രേ ചെയ്തുകൊണ്ട് ഹാരി ജോർജിന്റെ അടുത്തേക്ക് നീങ്ങി മന്ത്രിച്ചു. എന്താണ് സ്കൈവിംഗ് സ്നാക്ക് ബോക്സുകൾ? രോഗിയാക്കാൻ സാധിക്കുന്ന പലതരം മധുര പലഹാരങ്ങൾ. മിസസ് വീസ്ലിയെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ജോർജ് ഉത്തരം നൽകി. ഗുരുതരമായ അസുഖമൊന്നുമല്ല, തോന്നുമ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്ന അസുഖം. ഫ്രെഡും ഞാനും ഈ വേനൽക്കാലത്ത് അവ വികസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അവ 2 അറ്റങ്ങളുള്ള കളർ കോഡഡ് ച്യൂകളാണ്. പൂക്കിംഗ് പാസ്റ്റില്ലകളുടെ ഓറഞ്ച് പകുതി കഴിച്ചാൽ ഛർദിക്കും. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാം. അതിനുശേഷം ആശുപത്രി വിഭാഗത്തിലേക്ക് പോകും വഴി പർപ്പിൾ ഭാഗം വിഴുങ്ങിയാൽ മതി. അത് നിങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും. മടുപ്പിക്കുന്ന ക്ലാസുകൾ കേൾക്കുന്ന 1 മണിക്കൂർ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവു സമയ പ്രവർത്തനങ്ങൾ നടത്താൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾ പരസ്യങ്ങളിൽ ഇടുന്നത് ഇതാണ്. മിസസ് വീസ്ലിയുടെ കാഴ്ചയിൽ നിന്ന് മാറി ഇപ്പോൾ തറയിൽ നിന്ന് കുറച്ച് അലഞ്ഞു തിരിയുന്ന ഡോക്സികളെ തൂത്തുവാരി പോക്കറ്റിലിടുന്ന ഫ്രെഡ് മന്ത്രിച്ചു. പക്ഷെ ഇപ്പോഴും കുറച്ച് ജോലി ബാക്കിയുണ്ട്. ഞങ്ങളുടെ പരീക്ഷകർക്ക് ഛർദി കഴിഞ്ഞിട്ട് വേണ്ടേ ഈ പർപ്പിൾ ഭാഗം വിഴുങ്ങാൻ? പരീക്ഷകരോ? അതെ, അതും ഞങ്ങൾ തന്നെ, ഫ്രെഡ് പറഞ്ഞു. ഞങ്ങൾ മാറി മാറി അത് ചെയ്യുന്നു. ജോർജ് ഫെയിന്റിംഗ് ഫാൻസീസ് പരീക്ഷിച്ചു. ഞങ്ങൾ 2 പേരും നോസ്പ്ലീഡ് നൗഗട്ട് പരീക്ഷിച്ചു. അന്ന് നമ്മൾ വഴക്കിടുകയാണെന്നാണ് അമ്മ കരുതിയത്, ജോർജ് പറഞ്ഞു. അപ്പോൾ ജോക്ക് ഷോപ്പ് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഹാരി തന്റെ സ്പ്രേയിൽ നോസിൽ ക്രമീകരിക്കുന്നതായി നടിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലം ലഭിച്ചിട്ടില്ല, ഫ്രെഡ് പറഞ്ഞു. ആക്രമണത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മിസസ് വീസ്ലി തന്റെ സ്കാർഫ് ഉപയോഗിച്ച് പുരികം തുടയ്ക്കുന്നത് കണ്ടപ്പോൾ ഫ്രെഡ് ശബ്ദം താഴ്ത്തി. അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു മെയിൽ ഓർഡർ സേവനമായി നടത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഡെയിലി പ്രോഫിറ്റിൽ പരസ്യം നൽകി. എല്ലാത്തിനും നിന്നോട് നന്ദിയുണ്ട്, ജോർജ് പറഞ്ഞു. പക്ഷെ വിഷമിക്കണ്ട, അമ്മയ്ക്കൊരു സൂചനയും ലഭിച്ചിട്ടില്ല. അമ്മ ഇനി ഡെയിലി പ്രോഫിറ്റ് വായിക്കില്ല. അത് നിന്നെയും ഡംബിൾഡോറിനെയും കുറിച്ച് കള്ളം എഴുതുന്നത് കൊണ്ട്. ഹാരി പുഞ്ചിരിച്ചു. ഒരു ജോക്ക് ഷോപ്പ് തുറക്കാനുള്ള അവരുടെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ വേണ്ടി ട്രൈവിസ ടൂർണമെന്റിൽ താൻ നേടിയ 1000 ഗല്യോൺസ് സമ്മാനത്തുക വീസ്ലി ട്വിൻസിന് നിർബന്ധിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അവരുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തന്റെ പങ്ക് മിസസ് വീസ്ലിക്ക് അറിയില്ല എന്നറിഞ്ഞതിൽ അവന് സന്തോഷം തോന്നി. ഒരു ജോക്ക് ഷോപ്പ് നടത്തുന്നത് തന്റെ 2 ആൺമക്കൾക്ക് അനുയോജ്യമായ കരിയറാണെന്ന് അവർ കരുതിയിരുന്നില്ല. കർട്ടനുകൾ നീക്കം ചെയ്യുന്നതിനായി രാവിലെ ഭൂരിഭാഗവും എടുത്തു. ഉച്ച കഴിഞ്ഞായിരുന്നു മിസസ് വീസ്ലി ഒടുവിൽ തന്റെ സംരക്ഷണ സ്കാർഫ് അഴിച്ചു മാറ്റിയത്. ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് അത് ചെയ്യാം. മാൻഡൽ പീസിന്റെ ഇരുവശത്തും നിൽക്കുന്ന പൊടിപടലമുള്ള ഗ്ലാസ് നിർമ്മിതമായ ക്യാബിനറ്റുകളിലേക്ക് മിസസ് വീസ്ലി വിരൽ ചൂണ്ടി. തുരുമ്പിച്ച കഠാരകളുടെ ഒരു നിര, നഖങ്ങൾ, ചുരുണ്ട പാമ്പിന്റെ തൊലി, ഹാരിക്ക് മനസ്സിലാകാത്ത ഭാഷകൾ ആലേഖനം ചെയ്ത നിരവധി മങ്ങിയ വെള്ളിപ്പെട്ടികൾ, പിന്നെ ഏറ്റവും അരോചകമായി ഒരു അലങ്കരിച്ച സ്ഫടിക കുപ്പിയും. അതിൽ നിറയെ രക്തമായിരുന്നു. വീണ്ടും മണി മുഴങ്ങി. എല്ലാവരും മിസസ് വീസ്ലിയെ നോക്കി. ഇവിടെ തന്നെ നിന്നാൽ മതി,
അവൾ ഉറച്ചു പറഞ്ഞു. എലികളുടെ ബാഗ് എടുത്തു പിടിച്ചു. താഴെ നിന്ന് വീണ്ടും മിസ്സിസ് ബ്ലാക്കിന്റെ അലർച്ചകൾ ഉയർന്നു. ഞാൻ കുറച്ച് സാൻഡ്വിച്ചുകൾ കൊണ്ടുവരാം. അവൾ മുറിയിൽ നിന്നിറങ്ങി വാതിൽ ശ്രദ്ധാപൂർവം അടച്ചു. ഉടനെ എല്ലാവരും പുറത്ത് ആരാണ് വന്നതെന്ന് നോക്കാൻ ജനാലയ്ക്ക് അടുത്തേക്ക് ഓടി. ഒരു വൃത്തികെട്ട തലയുടെ മുകൾ ഭാഗവും ഒരു കൂട്ടം കുടങ്ങളും അവർക്ക് കാണാൻ കഴിഞ്ഞു. മുണ്ടങ്കസ്, ഹെർമിയോണി പറഞ്ഞു. അയാൾ എന്തിനാണ് ഈ കുടങ്ങളെല്ലാം കൊണ്ടുവരുന്നത്? അവ സൂക്ഷിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരിക്കും, ഹാരി പറഞ്ഞു. എന്നെ നോക്കാൻ ഏൽപ്പിച്ച രാത്രിയിൽ അവൻ ചെയ്തത് അതല്ലേ, കുടങ്ങൾ എടുക്കാൻ പോകൽ? അതെ, നീ പറഞ്ഞത് ശരിയാണ്, ഫ്രെഡ് പറഞ്ഞു. മുൻവാതിൽ തുറന്നപ്പോൾ മുണ്ടങ്കസ് തന്റെ കുടങ്ങൾ അതിലൂടെ കയറ്റി കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി. അമ്മയ്ക്കിത് ഇഷ്ടപ്പെടില്ല. അവനും ജോർജും വാതിലിനടുത്തേക്ക് നടന്ന് വാതിലിനരികിൽ ചേർന്ന് നിന്ന് ചെവിയോർ. മിസ്സിസ് ബ്ലാക്കിന്റെ നിലവിളി നിലച്ചിരുന്നു. മുണ്ടങ്കസ് സിറിയസിനോടും കിങ്സ്ലിയോടും സംസാരിക്കുകയാണ്. ഫ്രെഡ് പിറുപിറുത്തു, മുഖം ചുളിച്ചു. ശരിയായി കേൾക്കാൻ കഴിയുന്നില്ല. എക്സ്റ്റൻഡബിൾ ഇയേഴ്സിനെ ബലി കൊടുത്താലോ? അത് നല്ലൊരാശയമാണ്, ജോർജ് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ മുകളിലേക്ക് ഒളിച്ചു കയറി ഒരു ജോഡി. പക്ഷേ ആ കൃത്യമായ നിമിഷം താഴെയുള്ള 5 പേരിൽ നിന്ന് ഒരു സ്ഫോടനം ഉണ്ടായി. അത് എക്സ്റ്റൻഡബിൾ ഇയറുകളുടെ ആവശ്യകത ഇല്ലാതാക്കി. മിസ്സസ് വീസ്ലി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അവർക്കെല്ലാം കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞു. ഇത് മോഷ്ടിച്ച സാധനങ്ങൾ ഒളിപ്പിക്കേണ്ട ഇടമല്ല. അമ്മ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്, ഫ്രെഡ് മുഖത്ത് സംതൃപ്തമായ പുഞ്ചിരിയോടെ പറഞ്ഞു. മിസ്സസ് വീസ്ലിയുടെ ശബ്ദം മുറിയിൽ നന്നായി മുഴങ്ങാൻ അനുവദിക്കുന്നതിനായി 1 ഇഞ്ച് വാതിൽ തുറന്നു. അത് വളരെ നല്ല മാറ്റമാണ് വരുത്തിയത്. ഒരു ഉത്തരവാദിത്വവുമില്ലാത്തവൻ, അല്ലാതെ തന്നെ ഒരുപാടുണ്ട് വിഷമിക്കാൻ. കൂടെ കുറെ മോഷ്ടിച്ച കോൾഡ്രണുകളും. വിട്ടികളെ, അമ്മയെ ഇങ്ങനെ കയറൂരി വിടല്ലേ, ജോർജ് തലയാട്ടി പറഞ്ഞു. നീ ഇന്നലെ അമ്മയെ വേഗം പുറത്താക്കിയത് നന്നായി, അല്ലെങ്കിൽ മണിക്കൂറുകളോളം അമ്മയുടെ പ്രകടനം കാണേണ്ടി വന്നേനെ. ഹാരി നിന്നെ നോക്കാൻ പറഞ്ഞ സമയത്ത് മുങ്ങിയത് മുതൽ മുണ്ടങ്കസിനെ കയ്യിൽ കിട്ടാൻ അമ്മ കാത്തിരിക്കുകയായിരുന്നു. ഓ, സിറിയസിന്റെ അമ്മ വീണ്ടും തുടങ്ങി. ഹാളിലെ ഛായാചിത്രങ്ങളിൽ നിന്നുള്ള പുതിയ നിലവിളികൾക്കിടയിൽ മിസ്സസ് വീസ്ലിയുടെ ശബ്ദം ചെറുതായി. ജോർജ് ശബ്ദം കുറയ്ക്കാൻ വാതിൽ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അത് ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് ഒരു ഹൗസ് എൽഫ് മുറിയിലേക്ക് ഇരച്ചു കയറി. അതിന്റെ നടുവിൽ അരക്കെട്ട് പോലെ കെട്ടിയിരുന്ന വൃത്തികെട്ട തുണിക്കഷണം ഒഴികെ അത് പൂർണ്ണമായും നഗ്നനായിരുന്നു. അത് വയസ്സനായിരുന്നു. അതിന്റെ തൊലി തൂങ്ങുന്നതായി തോന്നി. എല്ലാ എൽഫുകളെയും പോലെ അത് കഷണ്ടിയായിരുന്നുവെങ്കിലും വവ്വാലുകളെ പോലെയുള്ള വലിയ ചെവികളിൽ നിന്ന് ധാരാളം വെളുത്ത രോമങ്ങൾ വളർന്നിരുന്നതായി കാണാമായിരുന്നു. അതിന്റെ കണ്ണുകൾ രക്തവർണ്ണമുള്ളതായിരുന്നു. അതിന്റെ മാംസളമായ മൂക്ക് വലുതായിരുന്നു. എൽഫ് ഹാരിയെയും മറ്റുള്ളവരെയും ഒട്ടും ശ്രദ്ധിച്ചില്ല. അവരെ കാണാൻ കഴിയാത്തതുപോലെ നടിച്ചുകൊണ്ട് അത് കൂനി പതുക്കെ ഉറച്ച മനസ്സോടെ മുറിയുടെ അങ്ങേയറ്റത്തേക്ക് നീങ്ങി. ഒരു കൂറ്റൻ തവളയെപ്പോലെ പരുക്കൻ ആഴത്തിലുള്ള ശബ്ദത്തിൽ പതിയെ പിറുപിറുത്തു. ഒരു അഴുക്കുചാലിന്റെ ഗന്ധം. വെറും കള്ളൻ. പക്ഷേ പറയുന്നവളും മോശമല്ല. എന്റെ യജമാനത്തിയുടെ വീട് അവളുടെ കുട്ടികൾ നശിപ്പിക്കുന്നു. ഓ, എന്റെ പാവം യജമാനത്തി, അവരിതറിഞ്ഞാൽ, ഈ മാലിന്യക്കൂട്ടങ്ങൾ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞാൽ ഈ ഓൾഡ് ക്രീച്ചറിനെ എന്തെല്ലാമായിരിക്കും പറയുക. ഓ, നാണക്കേട്. മഡ് ബ്ലഡുകളും വെയർവൂൾഫുകളും കുലദ്രോഹികളും കള്ളന്മാരും. പാവം ഓൾഡ് ക്രീച്ചർ, അവന് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ 6-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗത്തിൽ നമുക്ക് സിറിയസിന്റെ ഫാമിലിയിലെ കൂടുതൽ രഹസ്യങ്ങൾ അറിയാം. അതിനായി നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. സോ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.